പൊന്നാനിയിലെ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ മലപ്പുറം എസ്പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെന്ന് കോടതി ചോദിക്കുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉടൻ കേസെടുക്കണമെന്നാണ് പുതിയ ക്രിമിനൽ നടപടിക്രമമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്നു. ശ്യാം, പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ ഉദാസീന മനോഭാവം സ്വീകരിക്കുമ്പോഴാണ് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എസ്പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു, എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കോടതി ചോദിക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. വിനിത വേണു, അതീവ ഗൗരവതരമായ സാഹചര്യമായാണ് ഹൈക്കോടതി കൂടി ഇക്കാര്യത്തെ പരിഗണിക്കുന്നത്. മലപ്പുറത്ത് അതിജീവിതയെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു, അപമര്യാദയായി പെരുമാറി, ലൈംഗിക അതിക്രമത്തിന് വിധേയാക്കി എന്നാണ് അതിജീവിതയുടെ പരാതി. ആ വീട്ടമ്മയുടെ പരാതി, ഈ വീട്ടമ്മ ഈ പരാതിയുമായി നേരത്തെ പോലീസിനെ സമീപിച്ചു, പക്ഷേ നടപടിയൊന്നും സ്വീകരിച്ചില്ല. പിന്നീട് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഇതിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അതായത് അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം ലഭിച്ചാൽ അക്കാര്യത്തിൽ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് നിലവിലുള്ള നിയമം, രാജ്യത്ത് നിലവിലുള്ള നിയമം. പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ അവർ അക്കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുകയാണ് പൊന്നാനി പോലീസ് ചെയ്തത്. ഈ നടപടി ചോദ്യം ചെയ്താണ് വീട്ടമ്മ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ്, അതിജീവിതയുടെ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ണൂർ എസ് പിയോട് റിപ്പോർട്ട് തേടിയത്. അന്വേഷണം എവിടെ വരെയായി എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഒപ്പം ഏത് സാഹചര്യത്തിലാണ് പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുന്നത് എന്ന കാര്യത്തിൽ കൂടി പോലീസ് വിശദീകരിക്കണം. മലപ്പുറം എസ് പി റിപ്പോർട്ട് നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചോദിക്കുന്നു. അത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു ചോദ്യം കൂടിയായാണ് ഹൈക്കോടതിയിൽ നിന്നും ഉയരുന്നത്. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഈ സ്വകാര്യ അന്യായവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ അറിയിക്കണം എന്ന കാര്യവും കൂടി മലപ്പുറം എസ് പിക്ക് ഹൈക്കോടതി ഒരു നിർദ്ദേശവുമായി നൽകുന്നു. പുതിയ നിയമം ഇതാണ്. ക്രിമിനൽ നിയമം അനുസരിച്ച്, നേരത്തെ പഴയ ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ അറിവ് ലഭിച്ചാൽ ലളിതകുമാരി കേസ് അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിന്യായം അനുസരിച്ചാണ് അതിവേഗം കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ അതിനേക്കാൾ വളരെ കൃത്യമായി വ്യക്തമായാണ് പുതിയ ക്രിമിനൽ നിയമത്തിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ, അതായത് 7 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റകൃത്യമായാലും ശരി, ആ കുറ്റകൃത്യങ്ങളിൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നാണ് നിലവിലുള്ള നിയമം, രാജ്യത്ത് നിലവിലുള്ള നിയമം. ഈ നിയമം മറികടന്നാണ് മലപ്പുറം പോലീസ്, പൊന്നാനി പോലീസ് ഒരു കേസിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു നിയമവിരുദ്ധമായ അന്വേഷണമാണ്. ഈ നിയമവിരുദ്ധമായ അന്വേഷണത്തിനൊപ്പമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മലപ്പുറം പൊന്നാനി പോലീസിന് മുന്നിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഈ പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് ഒരു നോട്ടീസ് നൽകുന്നത്. ഈ നോട്ടീസ് അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു നടപടിക്രമമാണ്. അതിജീവിതമാരെ വിളിച്ചു വരുത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരമൊരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന്റെ നിയമസാധുത ചോദ്യം ചെയ്താണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പോലീസിനോട് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. നിങ്ങൾ ഒരു പരാതി ലഭിച്ചതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. എഫ്ഐആർ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലെന്ന് ചോദിക്കുന്നത്. പരാതി കിട്ടിയിട്ട് എന്ത് നടപടിയെടുത്തു എന്ന കാര്യം ചോദിക്കുന്നത്. അങ്ങേയറ്റം ഗൗരവതരമായ ഒരു ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. മാത്രമല്ല, മലപ്പുറം എസ് പിയോട് ഇക്കാര്യത്തിൽ പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട്, നിങ്ങൾ ഈ ഒരു പരാതിന്മേൽ എന്ത് നടപടിയെടുത്തു എന്ന കാര്യം വിശദമായി അറിയിക്കണമെന്ന കാര്യവും കൂടി പോലീസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മലപ്പുറം എസ് പിയോടാണ് റിപ്പോർട്ട് തേടിയത്. മലപ്പുറം എസ് പി ഈ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ, അന്വേഷണം ഇതുവരെയായി തുടങ്ങിയ എല്ലാ നടപടികളെ സംബന്ധിച്ചും ഹൈക്കോടതി അത്
തന്നെയാണ്. പോലീസിനെ ചട്ടം പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ഗുരുതരമായ കുറ്റകൃത്യം, അതിൽ ഉടൻ കേസെടുക്കണം. എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന് ഹൈക്കോടതി തന്നെ ചോദിക്കുകയാണ്. റിപ്പോർട്ടർ ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട സമയത്ത് തന്നെ അവർ പരാതി നൽകിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കവും ഉണ്ടായില്ല. വീണ്ടും വീണ്ടും എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ഉയർത്തിയതും. അതിജീവിത നീതി കിട്ടാതെ ഇരുന്ന സമയത്ത് റിപ്പോർട്ടറിലൂടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ കാണിച്ച കൊടും ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നതും റിപ്പോർട്ടറിലൂടെയാണ്. അതിന് പിന്നാലെയാണ് FIR ഇടാൻ പോലും തയ്യാറാകാതെ പരാതി നൽകിയിട്ടും, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും, DGPക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയായിരുന്നു പോലീസ് സംവിധാനം. ഇപ്പോൾ കോടതി ചോദിക്കുമ്പോഴെങ്കിലും പോലീസിന് കണ്ണു തുറക്കുമോ എന്നതാണ്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിക്കുന്നത്. എന്തുകൊണ്ട് FIR ഇടുന്നില്ല? എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ, എന്തുകൊണ്ട് ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ഉയർത്തുന്നത്. വിനീത, പോലീസ് ഉദ്യോഗസ്ഥർ കേസുകളിൽ പ്രതികളാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പൊന്നാനിയിലെ ഈ കേസ് മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 376 അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. ഒരു പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് വേണം അന്വേഷണം നടത്താൻ. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് CI വിനോദും DYSP VV ബെന്നിയും SP സുജിത് ദാസും പ്രതികളായ കേസായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും തെറ്റിക്കുകയായിരുന്നു തുടക്കം മുതൽ പോലീസ് ചെയ്തത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അതിജീവിത പരാതി നൽകിയത്. ആ പരാതിയിൽ 24 മണിക്കൂറായിട്ടും നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിജീവിത നേരിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി SHOക്ക് പരാതി നൽകി. അവിടെ വെച്ച് അതിജീവിതയുടെ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല. വേണമെങ്കിൽ റെസീപ്റ്റ് വാങ്ങി പോയിക്കോളൂ എന്ന നടപടിയായിരുന്നു SHO സ്വീകരിച്ചിരുന്നത്. എന്നിട്ട് SHOയും പരാതി സ്വീകരിച്ച് അതിൽ FIR എടുക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് അന്ന് വൈകിട്ട് തന്നെ മലപ്പുറം SP-ക്ക് പരാതി നൽകുന്നത്. മലപ്പുറം SP-യും അതിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് അതിജീവിത പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ നീങ്ങുന്നതും സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നതും. സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിന് പിന്നാലെ മജിസ്ട്രേറ്റ് കോടതി തൃശൂർ DIGയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. വിനീത, അതിലുമുണ്ട് ഒരു പ്രശ്നം. അതായത് DIG അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ അന്വേഷിക്കണം എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നം അതിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകും എന്ന കാര്യം അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. അതിജീവിത ഹൈക്കോടതിയിലേക്ക് പോയതോടുകൂടിയാണ് ഈ കേസിൽ കൂടുതൽ ഗുരുതരമായ ചട്ടലംഘനം, നിയമലംഘനം, നിയമവിരുദ്ധമായ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന കാര്യം പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഇനിയിപ്പോൾ മലപ്പുറം SP മറുപടി നൽകേണ്ടി വരും. ഏതാണ്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു പരാതി കിട്ടിയിട്ട്. ഇപ്പോഴും FIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മാത്രമല്ല, തികച്ചും നിയമവിരുദ്ധമായ നീക്കം കഴിഞ്ഞ 3 ദിവസമായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിജീവിതയുടെ വീട്ടിലേക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം യൂണിഫോം ധരിച്ച 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഒരു അഡീഷണൽ SP-യും അതുപോലെ ഒരു വീഡിയോഗ്രാഫറും കടന്നു വരുന്നു. തികച്ചും നിയമവിരുദ്ധമായി അവിടെ മൊഴിയെടുക്കുന്നു എന്ന് മാത്രമല്ല വിനീത, നാട്ടുകാർക്ക് മുന്നിൽ അതിജീവിതയെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ വീട്ടിന് മുന്നിൽ 2 പോലീസ് വണ്ടികൾ വയ്ക്കുന്നു. അവിടെ യൂണിഫോം ധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തുന്നു. അതുകൂടാതെ ഇവർ സംസാരിക്കുന്നത് മുഴുവൻ അകത്ത് ഒരു പുരുഷൻ വീഡിയോയിൽ പകർത്തുന്നു. മാത്രമല്ല, അഡീഷണൽ SP പുരുഷ പോലീസാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. എനിക്കത് പറയാൻ കഴിയില്ല എന്ന് അതിജീവിത വിശദീകരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇതിന്റെ നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയുള്ള ഒരു നീക്കമായിരുന്നു മലപ്പുറം ജില്ലാ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ ഫിർദൌസ് അമാനത്ത് ചേരുന്നു, അഭിഭാഷകൻ അതിജീവിതയുടെ. സാർ, ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രാഥമിക അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉടൻ കേസെടുക്കണമെന്നത് പുതിയ ക്രിമിനൽ നടപടിക്രമം. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് മലപ്പുറം പോലീസിനോട് കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരികയാണ്. അതെ 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 ഈ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ഇതിന് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് അവർക്ക് നമ്മൾ നിയമോപദേശം കൊടുത്തിരുന്നു. അതായത് ഇതിൽ FIR ഇടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ അതിജീവിതരുടെ കൂടെ പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SHOയോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, അതായത് FIR ഇടാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ FIR ഇടും,
എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളെ വിടുക ചെയ്ത്. അതിനുശേഷം പിന്നീട് ഈ അതിജീവിതരുടെ വീട്ടിലേക്ക് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഒരു കൂട്ടം പോലീസുകാർ വന്ന് അവിടെ ആ സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ അവരോടും ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എഫ്ഐആർ ഇടാതെ നിങ്ങൾക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ പറ്റും? അപ്പൊ ഞങ്ങൾ പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം പറ്റില്ല എന്നുള്ളത് ലളിതകുമാരി കേസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഹൈക്കോടതി ലളിതകുമാരി കേസിനും അപ്പുറത്ത് കടന്നിട്ടാണ് ഇതിൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് പുതിയ BNSS പ്രകാരം ലളിതകുമാരി കേസിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതായത് കാലതാമസം വന്ന കേസുകളിൽ നമ്മൾ എഫ്ഐആർ ഇടുന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പക്ഷെ BNSS വന്നതിന് ശേഷം കാലതാമസം വന്നിട്ടുള്ള കേസുകളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ പോയാലും പോലീസ് എഫ്ഐആർ ഇടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇതിലുള്ള അടുത്ത റെമഡി കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ എഫ്ഐആർ ഇടാതെ ഈ അന്വേഷണം ഇതുവരെ എത്തിച്ച ആ SHO ഇനി നിയമ നടപടികൾ നേരിടണം. അത് നമ്മൾ അതിന്റെ സ്റ്റെപ്പിലേക്ക് അടുത്തത് കടക്കും. കാരണം നമ്മുടെ നാട്ടില് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് എങ്ങനെ ഒരു കേസ് അന്വേഷിക്കണം. അതെല്ലാം കൃത്യമായി നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരമേ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവരുടെ കൂട്ടത്തിൽ ഒരാള് ഒരു യുവതിനെ കയറി പിടിച്ചു പീഡിപ്പിച്ചു എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മാതിരി നിയമം കൊണ്ടു നടക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ആ പരാതി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇടപെടുകയാണ്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ സമ്മർദ്ദം ചെലുത്തുകയുമാണ്. അതെല്ലാം നമ്മൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇപ്പൊ പെടുത്തിയിട്ടുണ്ട്. ഇനിയും വരും. ഇനി ഈ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. ഈ റിപ്പോർട്ടിൽ അവർ എഫ്ഐആർ ഇട്ടിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് പ്രതികളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുള്ള റിപ്പോർട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇവരെന്ത് റിപ്പോർട്ട് കൊണ്ടുവരും ഹൈക്കോടതിയിൽ? ഹൈക്കോടതി കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണെങ്കിൽ നിർബന്ധമായിട്ടും എഫ്ഐആർ ഇട്ടിട്ട് വേണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് വെച്ചാൽ 376(2) പ്രകാരമാണ് നമ്മൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു പോലീസ് ഓഫീസർ ഇത്തരത്തിൽ പീഡനം നടത്തിയാൽ വരുന്ന ഒഫൻസ് ആണ്. അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല, അത് ജീവിതാവസാനം നാച്ചുറൽ ലൈഫ് എൻഡ് വരെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് പോലീസ് ഈ കുട്ടികളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവര് വിചാരിച്ച് അതിജീവിതയ്ക്ക് ഇത്തരം നിയമ സാഹചര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നും ഏത് വഴിയിൽ കൂടെ പോകാൻ പറ്റുമെന്നും അറിയില്ല എന്നൊക്കെയാണ് പോലീസ് തിരിച്ചിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും ഇക്കാര്യത്തിൽ അവർക്ക് പരമാവധി നിയമസഹായം പിന്തുണ നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യും. അവരുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെ അവർ പരാതിയുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രാഥമിക അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ആ സ്റ്റേഷനിൽ SHO പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ്, പ്രാഥമിക അന്വേഷണം എവിടെ വരെയായി എന്ന്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നതായി താങ്കൾക്ക് അറിവുണ്ടോ? അല്ലല്ല, പ്രാഥമിക അന്വേഷണം എവിടെ വരെയെന്നല്ല കോടതി. പ്രാഥമിക അന്വേഷണം പാടില്ല, അതാണ് പറഞ്ഞത്. ഇനി ഈ പ്രാഥമിക അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പ് എഫ്ഐആർ ഉണ്ടാവണം. ഈ കേസിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ലളിതകുമാരി കേസിന് ശേഷം BNS വന്നതിന് ശേഷം ആദ്യമായി ഈ സ്റ്റാറ്റ്യൂട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും ഈ കേസിൽ വരിക. അതല്ലാണ്ട് വേറെ ഒന്നും പറയുക, എങ്ങനെ നടപടികൾ പോലീസ് സ്വീകരിക്കണം എന്നുള്ള വ്യക്തത ഈ ഓർഡറിൽ ഉണ്ടായിരിക്കും. അത് ഇനി വരുന്ന 24-ാം തീയതി അവർ റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ കോടതി കൃത്യമായി കണിശതയോടെ ഇതിൽ പറയും. അപ്പൊ 24-ാം തീയതി ഞങ്ങളും പറയും ഈ പോലീസ് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിനൊപ്പം തന്നെ പോലീസ് നേരിടേണ്ട നടപടികളും. എഫ്ഐആർ ഇടാണ്ട് ഈ വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തി വിക്ടിമിന്റെ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ഈ പറയുന്ന അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ഇതിനെ കുറിച്ചിട്ടൊക്കെ അവർ കൃത്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. ഈ കേസിന്റെ ഫൈനൽ ഓർഡർ വരുമ്പോഴേക്കും അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ നമ്മൾ ഇതിനുവേണ്ടി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ടാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഫിർദൌസ്. അഭിഭാഷകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. സാധ്യമായ നിയമ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും, തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, അർദ്ധശങ്കയ്ക്ക് ഇടവില്ലാത്ത വിധം കോടതി ചോദിക്കുകയാണ്, എഫ്ഐആർ എവിടെയാണ്? പ്രാഥമിക അന്വേഷണം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടും ഭാരതീയ ന്യായ സംഹിത പ്രകാരം എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നത് തന്നെയാണ്, എഫ്ഐആർ എന്തുകൊണ്ട് ഇട്ടില്ല എന്നത് തന്നെയാണ്. പിന്നെ എന്ത് അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നത് എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുകയാണ്. വിനിത വേണു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ബലാത്സംഗ കേസാണ്. ഒരു സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥർ അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്ന കേസാണ്. ഇത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച്, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അനുസരിച്ച് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടുന്നതാണ്. കോടതി തന്നെ, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല ഇന്നാട്ടിലെ നിയമ സംവിധാനവും പോലീസ് സംവിധാനം. പക്ഷേ അവർ അത് മനഃപൂർവ്വം മാറ്റിവെച്ചാണ്
ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കേസിനെ വലിച്ചിഴക്കുകയോ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാതെ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ അതിജീവിത ഇന്ന് ആദ്യമായല്ല പരാതിയുമായി വരുന്നത്. നേരത്തെ ഒരു പരാതി നൽകുമ്പോൾ അക്കാര്യത്തിൽ മലപ്പുറത്തെ പോലീസ് SP-യുടെ നേതൃത്വത്തിലുള്ള SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്തത് ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ആ പരാതിയിൽ കഴമ്പില്ല എന്ന് വിധിച്ച് എന്നൊരു റിപ്പോർട്ട് നൽകി ആ പരാതി തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആ നടപടിക്രമത്തെയാണ് പിന്നീട് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിജീവിത പുതിയ പരാതിയുമായി വരുന്നത്. ഇക്കാലഘട്ടത്തിലെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ നേരത്തെയും പഴയ ക്രിമിനൽ നിയമം അനുസരിച്ചായാലും ശരി, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് എങ്കിൽ അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു അറിവ് ലഭിച്ചാൽ, പരാതി എന്നല്ല അറിവ് ലഭിച്ചാൽ അക്കാര്യത്തിൽ ആദ്യം FIR രജിസ്റ്റർ ചെയ്യണം, തുടർന്ന് അന്വേഷണം നടത്തണം എന്നാണ് സുപ്രീം കോടതി ലളിതകുമാരി കേസിൽ പറഞ്ഞ വിധി. ആ വിധിയുടെ അന്തസത്ത അങ്ങനെയാണ്. അതായത് അതീവ ഗൗരവതരമായ കുറ്റകൃത്യമെന്നാൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഏത് കുറ്റകൃത്യമായാലും അക്കാര്യത്തിൽ ഉടനടി അറിവ് ലഭിച്ചാൽ ആദ്യം FIR ഇടണം, തുടർന്ന് അന്വേഷിക്കണമെന്നാണ്. അക്കാര്യത്തിൽ പുതിയ ക്രിമിനൽ നിയമം BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങേയറ്റം വ്യക്തത വരുത്തുന്നുണ്ട്. എത്ര വലിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യണം എന്നതാണ് നടപടിക്രമം. ഇത് ക്രിമിനൽ നിയമം നിലവിൽ വരുന്നതിന് മുൻപാണെങ്കിലും ക്രിമിനൽ നടപടിക്രമം, പുതിയ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അക്കാര്യമടക്കം മനഃപൂർവ്വം മറന്നാണ് പൊന്നാനി പോലീസ് ഈ കേസിൽ ഇപ്പോൾ പോലും ഇടപെടുന്നത്. പോലീസിന് പരാതി നൽകിയിട്ടും ആ പരാതിയിന്മേൽ അതൊരു ഗൗരവതരമായ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനാണ് എന്ന് കണ്ട് അതിന്മേൽ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് തയ്യാറാകാതിരിക്കുന്നത് അവരിലെ ഉദ്യോഗസ്ഥരാണ് ഈ കേസിലെ പ്രതികൾ എന്ന കാര്യം അവർക്കറിയാം എന്നതുകൊണ്ടാണ്. അക്കാര്യത്തിലാണ് നീതി തേടി അതിജീവിത മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതി അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. മജിസ്ട്രേറ്റ് കോടതി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്നു. അപ്പോഴാണ് ഇതിൽ അതിജീവിതയെ വിളിച്ചു വരുത്തുന്നത്, അല്ലെങ്കിൽ മൊഴിയെടുക്കാനായി പോകുന്നത്. അങ്ങനെ മൊഴിയെടുക്കാൻ കഴിഞ്ഞ ദിവസം TV പ്രസാദ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതായത് വൈകുന്നേരത്താണ് സാധാരണ കോടതി നിയമ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് പകൽ വെളിച്ചത്തിലാണ് എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായാണ് പകൽ നേരം കഴിഞ്ഞതിന് ശേഷം രാത്രി നേരത്ത് അതിജീവിതയുടെ മൊഴിയെടുക്കാൻ ചെന്നത്. അങ്ങനെ നിരന്തരം പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് പരാതി എഴുതി തള്ളുക, തുടർന്ന് ഈ രാത്രിയിൽ മൊഴിയെടുക്കാനെത്തുക തുടങ്ങിയ നിരവധിയായ നിയമ നടപടിക്രമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മലപ്പുറം പോലീസിൽ നിന്ന്, പൊന്നാനി പോലീസിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിനൊടുവിലാണ് ഹൈക്കോടതി ഇവർ ഒരു അതിജീവിതയ്ക്ക് ഒരു നോട്ടീസ് നൽകുന്നത്, മൊഴിയെടുക്കാൻ വേണ്ടി ഹാജരാകണമെന്നത്. അത് അങ്ങനെ ഈ ഒരു അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിന്മേൽ ഒരു നോട്ടീസ് നൽകി മൊഴിയെടുത്തതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യാനാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രാഥമിക അന്വേഷണം എന്നത്. നേരത്തെ ഈ അഭിഭാഷകൻ പറഞ്ഞത് അതാണ്, അഭിഭാഷകനായ ഫിർദൌസ് പറഞ്ഞത് അതാണ്. അതിജീവിതയുടെ അഭിഭാഷകൻ, അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ നിങ്ങൾ പ്രാഥമികമായ അന്വേഷണമല്ല നടത്തേണ്ടത്. FIR ഇട്ടില്ല, ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാതെ എന്ത് അന്വേഷണം എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉടൻ കേസെടുക്കണമെന്നതാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം എന്നുകൂടി പോലീസിനെ ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി. ശ്യാം ദേവരാജ് TV പ്രസാദ് തുടരുന്നുണ്ട്. നമുക്ക് തിരിച്ചെത്താം.